കോക്രോച്ച് പാർട്ടി ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരംഗമാണ്. കോക്രോച്ച് പാർട്ടിക്ക് കേരളത്തിലും ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. IT കേന്ദ്രങ്ങളിലൊക്കെ, നമ്മുടെ തിരുവനന്തപുരത്തെ IT പാർക്കിൽ പോലും നിരവധി ആളുകൾ ഇതിൻ്റെ അംഗത്വം എടുത്തു എന്നതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ ഇന്ന് കൊച്ചിയിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കൊച്ചിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 3 മണിക്ക് മറൈൻ ഡ്രൈവിൽ ഒത്തുചേരുമെന്നാണ് ഇവരുടെ അറിയിപ്പ്. ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെയാണ് ഇവർ ഒത്തുചേരലിൻ്റെ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. യോഗത്തിൻ്റെ അജണ്ടയടക്കം അറിയിച്ച് ടെലഗ്രാമിൽ സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. സമാധാനപരമായ കൂടിക്കാഴ്ച എന്നാണ് സന്ദേശം. അക്കൗണ്ടിൽ നിലവിൽ 14 സബ്സ്ക്രൈബർമാരാണ് ഉള്ളത്. എന്തായാലും വലിയ തരത്തിൽ കേരളത്തിലും തരംഗമുണ്ട്. ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ്. ഇതിൻ്റെ ഒരു തുടർ നീക്കമാണ് കേരളത്തിലും ഉണ്ടാവുന്നത്. എന്താണ് ഇതിൻ്റെ നീക്കം എന്ന് നമുക്ക് പരിശോധിക്കാം. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിലുണ്ട്. ആജ്ഞ, ഈ നീക്കം നമുക്കറിയാം, നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വലിയ പതിവ് രീതിയിലുള്ള ആശയവിനിമയം ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു സന്ദേശം മാത്രം മതി അവർക്ക് സംഘടിക്കാൻ. എന്താണ് കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത്? ഇത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും അറിയിപ്പുകളുണ്ടോ? സ്പെഷ്യൽ ബ്രാഞ്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? ആ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒത്തുചേരലിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? സജിത്ത്, ഈ CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യ കൊച്ചി മീറ്റപ്പ് എന്ന തരത്തിലൊരു പോസ്റ്റർ കുറച്ച് ദിവസമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ആര് എന്ന് പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ QR കോഡ് ചെന്നെത്തുന്ന സ്ഥലത്ത് പറഞ്ഞതുപോലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലാണ് 14 പേരാണ് അതിലുള്ളത്. അതിലൊരു അജണ്ട കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചിയിലെ മീറ്റപ്പുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് 5 അജണ്ടയാണ് പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത്. പരിചയപ്പെടൽ, അതുപോലെ ഗ്രൂപ്പിനെ നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, നാടിന്റെ നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളും അനീതികളും നിയമത്തിന് മുന്നിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും തുടങ്ങി 5 അജണ്ടകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. സമാധാനപരമായ കൂടിക്കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നുണ്ട്. യോഗം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചിയിൽ ഇതിന്റെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഒരു വലിയ ചർച്ചയാവുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മറൈൻ ഡ്രൈവിൽ ഒത്തുചേരുമെന്നാണ് ടെലിഗ്രാം അക്കൗണ്ടിൽ പ്രചരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കൃത്യമായി അജണ്ട അടക്കം പ്രചരിച്ചിരുന്നത് കൊണ്ട് തന്നെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന QR കോഡ് ചെന്നെത്തുന്നത് ഈ 14 പേരടങ്ങിയ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുമാണ്. ആരാണ് ഇതിന്റെ പിന്നെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടായാൽ തന്നെ ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമായി മാറും. ഇതുവരെ ഈ കോക്രോച്ച് പാർട്ടിയുടെ പ്രവർത്തനം മുഴുവൻ സൈബർ ഇടത്തിലാണ് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. യെസ്, അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും ഏത് രീതിയിൽ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ ഈ സമാനമായൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന ചില സൂചനയിൽ പോലീസ് സുരക്ഷയ്ക്ക് ഒരുക്കിയിരുന്നു. ഇവിടെയും ആ തരത്തിലുള്ള ജാഗ്രത പോലീസിൽ നിന്നുണ്ടാകുമോ കണ്ടറിയണം. എന്തായാലും ആ നീക്കങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.